എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സൂമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സൂമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം ദാനമെത്തുന്നതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നലെ ഇട്ട വീഡിയോ എല്ലാവരും കണ്ടോ? വാട്ടുകപ്പയും ബീഫും. അപ്പം ഓമനാൻറ്റി പറഞ്ഞായിരുന്നു, എന്നോട് ഇന്നലെ ഈ ശ്രീദേവി ടീച്ചറും പറഞ്ഞായിരുന്നു, ഈ പത്തനംതിട്ട സൈഡിലൊക്കെ അവരൊക്കെ ഈ കപ്പയ്ക്കകത്ത് വൻപയറൊക്കെ ഇടുമായിരുന്നു. അപ്പം എനിക്ക് ആ വൻപയർ അന്നേരം ഒരു ടേസ്റ്റും കിട്ടും, ആ വാട്ടുകപ്പയുടെ ആ ടേസ്റ്റ് അങ്ങ് മാറുമെന്ന് എനിക്ക് തോന്നുന്നു. മുതിര വൻപയറൊക്കെ ഇട്ട് ഇതിൻ്റെ കൂടെ ഉണ്ടാക്കുമെന്ന്. അപ്പോൾ വൻപയർ ഇവിടെ കിട്ടാൻ പ്രയാസം. അന്ന് മലയാളിക്കടയിൽ ചോദിച്ചപ്പോഴും, ഞങ്ങൾ അന്തേരിയിൽ നിന്ന് വരുന്ന ആ ഒരിടത്തല്ല ഉള്ളൊരു മലയാളിക്കട, പിന്നെ ഇവിടെ ഉള്ളിടത്ത് ഇവിടെയും അങ്ങനെ എല്ലാ സാധനങ്ങളൊന്നും കാണത്തില്ല, അതുകൊണ്ട് കിട്ടിയില്ല. പിന്നെ ഇനി എന്നേലും ഒരു ഇച്ചിരി കൂടി ഇരിപ്പുണ്ട്, അപ്പം അതൊന്ന് ചെയ്ത് നോക്കണം. അത് ഇച്ചിരിയും കപ്പയുണ്ട്, അതിൽ രണ്ട് കാര്യം ചെയ്യാനായിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. ഇത് നോക്കട്ടെ. പിന്നെ ഞാൻ നിങ്ങളോട് എല്ലാവരുടെ അടുത്തും ഒരു പ്രെയർ റിക്വസ്റ്റ് ചോദിക്കുക. അതായത് എൻ്റെ ഒരു സബ്സ്ക്രൈബറാണ്, നേരത്തെ എന്നോട് ഇങ്ങനെ പറയായിരുന്നപ്പോൾ എനിക്ക് ഇടയ്ക്കൊരു വയറിനൊക്കെ ഇങ്ങനെ വയറ് വീർത്ത് സെയിം ആ പ്രോബ്ലം ആയിരുന്നു അവൾക്കും. അപ്പോൾ നാട്ടിൽ അപ്പോൾ എന്നോടിങ്ങനെ പറയും, ചേച്ചി എനിക്കും ഇങ്ങനെയൊക്കെ ആയിരുന്നു, അപ്പം ഞാനിങ്ങനെ പിന്നെ ഈ സോഡ പോലൊക്കെ കുടിച്ചോണ്ടേ കുറവുണ്ടായിരുന്നെന്ന് പറഞ്ഞു. പിന്നെ ആ കൊച്ചിന് കുറവില്ലായിരുന്നു, പിന്നെയും കൊണ്ട് കാണിച്ച്. അപ്പോൾ എനിക്ക് ആ മെഡിസിനൊക്കെ എനിക്ക് അയച്ചു തന്നെ. അപ്പോൾ എനിക്ക് തന്നതുപോലെ ഈ വയറിൻ്റെ അകത്തെ ബാക്ടീരിയകളൊക്കെ അതിൻ്റെയൊക്കെയുള്ള ഇതായിട്ടുള്ളൊരു മെഡിസിൻ അവൾക്കും കൊടുത്തത്. അങ്ങനെ പിന്നെ വീണ്ടും കുറവുണ്ടായിരുന്നെന്ന് പറഞ്ഞു. വീണ്ടും ഇന്ന് ഒരു മെസ്സേജ് ഇട്ട് കേട്ടിട്ട് എനിക്ക് വിഷമവും വന്ന് കരച്ചിലും വന്നു. നമ്മുടെ അടുത്ത് പറയുമ്പം നമ്മൾ ഇപ്പം ഞാനെന്നല്ല, ഏതൊരു വ്യക്തിക്കും അസുഖമായിട്ടിരിക്കുമ്പോൾ മറ്റൊരാൾ നമ്മളെ ഒന്ന് ആശ്വസിപ്പിക്കുമ്പോൾ നമുക്ക് പകുതി ഒരു ആശ്വാസമാണ്. അതാ ചില നേഴ്സുമാർ പേഷ്യൻ്റ് ഇങ്ങനെ വയ്യാതെ കിടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പോയിട്ട് ഒരു തലോടലിൽ അവർക്ക് എത്രമാത്രം ആശ്വാസം കിട്ടും. അതൊക്കെ ഒരു നമ്മുടെ മനസ്സിൻ്റെ ഒരു ഇതാണ്. അവൾ എന്നോട് പറഞ്ഞു, ചേച്ചി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, ചേച്ചി വോയിസ് മെസ്സേജ് ഇടണേ. അപ്പോൾ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. രാവിലെ ഞാനിതൊന്ന് കേട്ടോണ്ട് പിന്നെ കുറച്ച് കേട്ടപ്പോഴത്തേന് ഇത്തിരി കൂടുതലുണ്ടായിരുന്നു. അപ്പം കുറച്ച് കേട്ടപ്പോഴത്തേന് പിന്നെ ഇവിടെ പ്രൈസന് എനിക്ക് വിശക്കെന്ന് പറഞ്ഞ് അവൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ കുറച്ച് കഴിഞ്ഞ് പോകാറായപ്പോഴവൻ ചോദിച്ചത്. അന്നേരം അവന് കൊടുത്തു. പിന്നെ അവൻ്റെ കാര്യങ്ങളൊക്കെ ആയി. പിന്നെ ഞാനതങ്ങ് മറന്നും പോയി. കാരണം ഇത്ര കുറച്ച് മുമ്പേ ഞാനത് കേട്ട് ഞാൻ പിന്നെ അതിന് അവൾക്ക് മെസ്സേജൊക്കെ ഇട്ടു. ഇങ്ങനെ വേദന വന്നാൽ അവൾക്ക് ഈ എണുക്കിൻ്റെ അവിടെ നടുവിൻ്റെ ഈ ഭാഗത്ത് വേദന പോലെ വന്ന് ഡോക്ടറെ കാണിച്ചോണ്ട് ഡോക്ടർ പറഞ്ഞ് അന്നേരം അവൾ ചിന്തിച്ചെന്നാൽ തടവാന്നേ ഈ ആയുർവേദത്തിൽ. പണ്ട് ഞാനിങ്ങനെ വന്നിട്ട് പോയി കുറച്ച് നാൾ തടവിയായിരുന്നു. അപ്പോൾ തടവാൻ ഇവിടെ പരിചയത്തിലോടത്ത് കൊണ്ടുവന്ന് അവർ പറഞ്ഞ് നടുവിന് നീർക്കെട്ടുണ്ടെന്ന്. അത് കേട്ടപ്പോഴത്തേന് ഈ കൊച്ചിന് 2 പൊടിക്കുഞ്ഞുങ്ങളാണ് ഉള്ളത്. കരയുമായിരുന്നു അങ്ങ്. പിന്നെ വോയിസ് ഇട്ടിട്ട്, ചേച്ചി പ്രാർത്ഥിക്കണേ, എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ, ഭയങ്കര പേടി. എല്ലാ മനുഷ്യർക്കും അങ്ങനെ. എത്ര അന്നേരം നമ്മുടെ അവസ്ഥ വരുന്ന ഉടനെ എനിക്കും ഇതുപോലായിരുന്നു. എനിക്കങ്ങനെ സംഭവം വന്നുകൊണ്ടേ ഞാനും അങ്ങ് മനസ്സിൽ പലതും ഓർത്തായിരുന്നു. കുഞ്ഞുങ്ങളുടെ ഒരു പ്രൈസിൻ്റെ ഒക്കെ കാര്യം ഓർക്കുമ്പോൾ എനിക്കും ഒരു വിഷമമായിരുന്നു. അതുപോലുള്ളത്തെ സിറ്റുവേഷനായിരുന്നു എനിക്കും. അപ്പം നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണേ ആ കുഞ്ഞിന് വേണ്ടി, അവൾക്ക് വേണ്ടി ധൈര്യം കൊടുക്കാൻ. ഞാൻ പറഞ്ഞു, ഒന്നുമില്ല മോളെ, സാരമില്ല, അതൊക്കെ എല്ലാവർക്കും വരും, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ടാന്ന്. അപ്പോൾ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എനിക്കാണേൽ നമുക്ക് വയ്യാതിരിക്കുന്ന സമയം നമ്മൾ ഒത്തിരി മാറി നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് മാറി നിൽക്കുമ്പം കുറേയും കൂടെ നമുക്കൊരു മനസ്സിനൊരിതായിരിക്കും. അപ്പോൾ എത്ര നമ്മൾ ധൈര്യമുണ്ട് വിശ്വാസമുണ്ടെന്നൊക്കെ പറഞ്ഞാലും ചില സമയത്ത് നമ്മളങ്ങ് പതറിപ്പോവും. മനുഷ്യനല്ലേ, മനുഷ്യരായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ഉള്ള അവസ്ഥ വരും. അതുകൊണ്ട് നിങ്ങളും ഒന്ന് പ്രാർത്ഥിക്കണേ. ഞാനത് പറയാനാ ഒന്ന് മെയിനായിട്ട് ഇന്ന് ഇൻട്രോയിൽ വന്നേ. കഴിഞ്ഞ് 2-3 ദിവസം കൊണ്ട് ഇൻട്രോയിൽ വരാൻ സൂസൻ ചോദിച്ചു, ബിജി എന്താ ഇൻട്രോയിൽ ഇപ്പോൾ വരാത്തത്, എന്നും എന്തിനാ വരുന്നതെന്നും ചിന്തിച്ചു. പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനും ഇല്ലായിരുന്നെന്ന് ചിന്തിച്ചു. പക്ഷേ ഈ കാര്യം കാരണം എനിക്കും നല്ലൊരു വിഷമമുണ്ട്. പിന്നെന്തുവാ, പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്നൊരു ചെറിയ വീഡിയോയാണ്. അപ്പം അച്ചാറൊക്കെ വേണ്ടിയവർ ഓർഡർ ചെയ്യുക. ഞാൻ വീഡിയോയുടെ താഴെ നമ്പർ ഇട്ടേക്കാമേ. അപ്പോൾ ചിലരുടെ
ഈ റിവ്യൂ കേൾക്കുമ്പം സന്തോഷമുണ്ട്. ഇതൊക്കെയല്ലേ നമുക്ക് മുന്നോട്ട് പോകുന്നത്. നമുക്കും അതൊക്കെ കേൾക്കുമ്പം നല്ല ഒരു എന്താ പറയുന്നത്, ചിലരുടെ വാക്കുകളും ചിലരുടെ കമൻസൊക്കെ നമുക്ക് ഒന്നുകൂടെ എൻകറേജ് തരും, ഓരോ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ. ഓക്കെ, ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഞാനന്ന് എണ്ണമാങ്ങ എന്ന് പറയാം, എണ്ണമാങ്ങ അല്ലെങ്കിൽ മാങ്ങ പെരട്ടെന്ന് പറയാം. കാരണം നമ്മൾ ആ മാങ്ങയെ പെരട്ടിയൊക്കെ എടുക്കുന്നതാണ്. അത് ഉണ്ടാക്കിയിട്ടില്ല, അതെന്തുവാ കേട്ടിട്ടില്ലെന്നൊക്കെ. അത് നമ്മുടെ പിന്നെ ഈ മാങ്ങ അച്ചാറിൻ്റെ ആ ടേസ്റ്റൊന്നും അല്ല, നല്ലയാ. പക്ഷേ അത് നമുക്ക് ഇത്തിരി നമ്മളിപ്പോൾ ഒരു 1/2 കിലോ, ഞാനന്ന് 1.5 കിലോയോളം മാങ്ങ ഇട്ടിട്ടാണ് എനിക്ക് 1/2 കിലോ കിട്ടിയത്. കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. ഒരു ഇച്ചിരി പീസ് മതി നമുക്ക് ഒരു പ്ലേറ്റ് ചോറൊക്കെ ഉണ്ടാകും. ഈ വായിക്കൊക്കെ രുചിയില്ലാതിരിക്കുന്ന സമയത്ത് ഇത് ഇച്ചിരി എടുത്താൽ മതി. അത് ഞാൻ ഇട്ട് വയ്ക്കത്തില്ല, ഞാൻ ഓർഡർ കിട്ടുവാണെങ്കിൽ ഇങ്ങനെ പറയുന്നതനുസരിച്ച് എടുത്തു. പക്ഷേ ഇപ്പം മാങ്ങയൊന്നും ഇല്ലെന്ന് തോന്നുന്നു, മാങ്ങയുടെ സീസൺ അല്ലെന്ന് തോന്നുന്നു. നല്ല ഞാനാ ഇട്ടത് ഇങ്ങനെ വീട്ടിലത്തെ ആവശ്യത്തിന് എടുക്കുമായിരുന്നു. കാരണം എനിക്ക് ചില സമയത്ത് വായിക്കൊട്ടും രുചി ഇല്ലാതിരിക്കുന്നുണ്ടെ അതൊരു ഇച്ചിരി എടുത്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതെന്ന് പറയുന്നത് നമ്മൾ എണ്ണയ്ക്കകത്തിട്ട് വറുത്ത് കോരി എടുക്കുക ആ മാങ്ങ. അപ്പോൾ എത്രമാത്രം നമ്മൾ അത് എണ്ണയ്ക്കകത്ത് കിടന്ന് മൊരിഞ്ഞെന്ന് പറഞ്ഞാൽ നല്ല കിലുകില സൗണ്ട് കേൾക്കുന്ന വരെ ചെയ്യും. അതിലൊരു ഇഞ്ചി വെളുത്തുള്ളിയോ അതൊന്നും ചേർക്കത്തില്ല, വിനാഗിരിയോ അതൊന്നും ചേർക്കത്തില്ല. ഈ എണ്ണയിലാണ് ഇതിൻ്റെ പരിപാടികളെല്ലാം. അതിനാണ് ഈ എണ്ണ മാങ്ങ അല്ലെങ്കിൽ കാരണം ആ മാങ്ങയെ പുരട്ടിയാണ് നമ്മൾ എടുക്കുന്നത്, വെള്ളം പോലല്ല. അത് ഇരുന്ന് പിന്നെ ഒന്നുകൂടങ്ങ് കനിയും. എടാ എടുക്കാം, നീ അത് വെച്ചിട്ട് പോയി പഠിയടാ, നാളെ നിനക്ക് മാത്സ് അല്ലേടാ. ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഇവന് ടിഫിന് കൊടുക്കാനായിട്ട് ഇത്തിരി ദോശമാവ് ഇരിപ്പുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഇത്തിരി സവാളയും ഒക്കെ അരിഞ്ഞിട്ട് ഈ പന്നിയാരം പോലെ വെക്കുന്നത് ഇത് ഭയങ്കര ഇഷ്ടമാണ്. ക്യാപ്സിക്കവും ക്യാരറ്റും, ഇന്നിപ്പം ക്യാപ്സിക്കവും ക്യാരറ്റും ഒന്നും ഇല്ലായിരുന്നു, ഇത്തിരി സവാള മാത്രമേ ഉള്ളായിരുന്നു. അതിങ്ങനെ ഇട്ടിട്ട് ഇച്ചിരി എണ്ണയൊക്കെ നെയ്യോ എങ്ങാണം തൂവിയിട്ട് ഇങ്ങനെ കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടം. ഇന്നാളീ നമ്മുടെ റാഗി കൊണ്ട് അപ്പം ഉണ്ടാക്കിയപ്പോഴും ദോശ ഉണ്ടാക്കിയപ്പോഴും ഇവർ കഴിച്ചില്ല. അപ്പം ഞാൻ ഈ അതേ മാവെടുത്ത് ഇതുപോലെ സവാളയും ക്യാപ്സിക്കവും ക്യാരറ്റും ഒക്കെ ഇട്ട് ഇതുപോലെ പനിയാരം ഉണ്ടാക്കി കൊടുത്തോണ്ടേ അവർക്ക് ഇഷ്ടമായി. അതുപോലായിരുന്നു മില്ലറ്റ് കൊണ്ട്, പല മില്ലറ്റുകൾ ഞാൻ ഓരോ കൈപ്പിടി എടുത്ത് ഇതുപോലെ ദോശ ഉണ്ടാക്കിയുണ്ടെങ്കിൽ ഇവർ കഴിച്ചില്ല. ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തോണ്ടേ അതേ സെയിം മാവാന്നേ. അന്നേരം ഇതിൻ്റെ അകത്ത് ഇതൊക്കെ ചേർന്നുണ്ടേ അവരുടെ ആ ടേസ്റ്റ് മാറി അവർ കഴിച്ചു. നമ്മളമ്മമാരുടെ അഡ്ജസ്റ്റ്മെൻറ്റുകളെ ഓരോ ദിവസത്തെ അതുകൊണ്ട് അതേ മാവ് കൊണ്ട് വേറെ ടൈപ്പ് ഉണ്ടാക്കി കൊടുക്കും. എന്നാലും ഈ കള്ളന്മാരുടെ എല്ലാം കള്ളത്തരമാണേ. പിന്നെ അവർക്ക് എന്തെങ്കിലും ഇത്തിരി ടേസ്റ്റ് വ്യത്യാസം വരുമായിരിക്കും, അതുകൊണ്ടായിരിക്കാം. നമ്മളോടാ കളി, നമ്മളതൊക്കെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. ചിലപ്പോൾ അങ്ങ് കടുംപിടുത്തം പിടിച്ച് നിൽക്കും കേട്ടോ. പക്ഷേ ഇത് ഇഷ്ടപ്പെട്ടിട്ടാണ് അങ്ങനെ ഉണ്ടാക്കുന്നത്. ഞാൻ ഇതിങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നത് ഇഷ്ടമാണ് എനിക്ക്. പക്ഷേ ദോശയോ ഇഡലിയോ ആണെങ്കിൽ ഒരു ടെൻഷനും ഇല്ല, അതങ്ങ്. പക്ഷേ അതും കൊണ്ടുവന്നേരം ഇവർക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ്. പിന്നെ അതിനെ ഞാനങ്ങ് മസാല ഇഡലി ആക്കും. മസാല ഇഡലി അവിടെ അവൻ്റെ അടുത്തിരിക്കുന്ന ഫ്രണ്ട്സിനൊക്കെ ഇഷ്ടമാണ്. ഈ രാവിലത്തെ ഇവരുടെ ഈ സ്കൂൾ പോക്കെല്ലാം കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് പകുതി ഒരു വാരം നമുക്കങ്ങ് മാറി കിട്ടുന്ന പോലെ, ഭയങ്കര ഒരു ജോലി ചെയ്യുന്നത് പോലെ രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റും അവരുടെ ഒരു ടിഫിനും എല്ലാം കഴിയുമ്പോഴത്തേനും പിന്നെ സാവകാശം പിന്നെ ഉച്ചക്കത്തേക്ക് കാര്യങ്ങൾ ചെയ്താൽ മതി. രാവിലത്തെ ഇതെല്ലാം ഒന്ന് കഴിഞ്ഞതിന് ശേഷം ഞാൻ കഴിഞ്ഞ ദിവസം വെജിറ്റബിൾ കൊണ്ടുവന്നുണ്ടേ ഈ അമരപ്പയർ കൊണ്ടുവന്നായിരുന്നു. ഞങ്ങളുടെ സ്ഥലത്തൊക്കെ അമരയ്ക്കാന്നാണ് അതിന് പറയുന്നത്. പക്ഷേ അത് ഇവിടെ അങ്ങനെ വാങ്ങിക്കാറില്ല, പിഞ്ചാണെങ്കിൽ. കാരണം നേരത്തെ പണ്ട് ഇവിടെ ഡാഡി ഇത് വെച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ പറയാം, അന്നേരം ഭയങ്കര കയ്പ്പായിരുന്നെന്നാണ് പറയുന്നത്. പക്ഷേ ഞാനിത് ചെയ്തിട്ട് ഒരു കുഴപ്പമില്ല. തേങ്ങയൊക്കെ ഇച്ചിരി ഉള്ളിയും തേങ്ങയൊക്കെ കൂടുതൽ ചേർക്കണമെന്നേ ഉള്ളൂ. അപ്പം മുറ്റിയതാണെങ്കിൽ ആ സൈഡിലത്തെ ആ കട്ടിയുള്ള ഭാഗം ഒന്ന് ചെത്തിക്കളയും, എന്നിട്ട് അരിയും. പക്ഷേ ഇത് അബദ്ധത്തിൽ ഒരാൾ വാങ്ങിച്ചുകൊണ്ട് വന്നേ, റേച്ചാൻ ഞാൻ കൂട്ടാൻ വെച്ച് കൊടുത്തോണ്ടേ എൻ്റെ അടുത്ത് ചോദിച്ച് ഒരു ചെറിയ ഊറക്കയ്പുണ്ട്. റേച്ചാൻ ചിന്തിച്ചത് ബീൻസാണ്. പക്ഷേ വാങ്ങിച്ചപ്പോൾ അന്ന് രാത്രിയിലാണ് പോയത് വാങ്ങിക്കാൻ. ബീൻസാണെന്നും പറഞ്ഞ് വാങ്ങിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ കിളുന്നായിരുന്നു, മുറ്റിയതല്ലായിരുന്നു. അതുകൊണ്ട്
കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ല ഇതിൻ്റെ ഇത്തിരി തേങ്ങയും സവാളയൊക്കെ ഇത്തിരി കൂട്ടിയിട്ടാൽ മതി, ഒരു കുഴപ്പമില്ല. എനിക്ക് പക്ഷേ ആ ഊറ കയ്പ്പ് ഇഷ്ടമാണ്. അതിന് ശേഷം ഞാൻ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇത്തിരി തൈരൊക്കെ ഒന്ന് ഉടച്ച്, ഇവിടെ പോൾമോന് മോരില്ലാത്ത കച്ചവടമില്ലല്ലേ, എന്തോ കൊടുത്താലും ചോദിക്കും മോരുണ്ടോ മമ്മി, മോരുണ്ടോ. അപ്പോൾ മോരുകറി ഒന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു പരിചയത്തിലുള്ള ഒരാൾ അയാളുടെ ഒരു ഫ്രണ്ടിനെ കണ്ടിട്ട് പറഞ്ഞ് ഇങ്ങനെ ബിജിക്കൊരു ചാനലൊക്കെ ഉണ്ട്, അങ്ങനെ അവിടെ വെച്ച് തന്നെ സബ്സ്ക്രൈബൊക്കെ ചെയ്ത്. അപ്പം ഫോളോവേഴ്സ് കണ്ടുണ്ടേ, എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടുണ്ടേ, അവർക്ക് തന്നെ ഇത്രയും സബ്സ്ക്രൈബേഴ്സോ, കേൾക്കുന്നവർ എന്തൊക്കെയോ 94,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലോ, അപ്പം നല്ല ഇൻകം കിട്ടുന്നുണ്ടായിരിക്കുന്നു. സത്യം പറഞ്ഞാൽ അവർ ഓരോ വീഡിയോയുടെയും വ്യൂസ് കാണുന്നില്ല. ഞാൻ പറയുമായിരുന്നു എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ പകുതി ആൾക്കാർ എൻ്റെ വീഡിയോ കണ്ടായിരുന്നെങ്കിൽ എനിക്കൊരു ഇൻകം നന്നായിട്ട് കിട്ടിയതിനായിരുന്നു മാസം. പക്ഷേ ഇത് അതിൻ്റെ ഇത്രയും സബ്സ്ക്രൈബേഴ്സിൻ്റെ ബൂട്ടി പോലും വരാനുള്ള ആൾക്കാർ എൻ്റെ വീഡിയോ കാണുന്നില്ല. ഇനി എല്ലാത്തിനും ഒരു സമയമുണ്ട്, നമുക്ക് കാത്തിരിക്കാം. ഇച്ചിരി മുറ്റിയതാണെങ്കിലും കുഴപ്പമില്ല. ഇത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഉരുളൻകിഴങ്ങൊക്കെ ഇട്ട് മെഴുക്ക് പുരട്ടിയാലും നല്ലതാണ്. ഞാൻ സ്ഥിരം ഇവിടെയുള്ള ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ മൗസിമാർ ചപ്പാത്തിക്ക്, അത് പക്ഷേ ഇത്തിരി ഓയിൽ കൂടുതലായിരിക്കും അവരുടെ കൂട്ടാനുകൾക്കെല്ലാം, ഇങ്ങനെ ഉരുളൻകിഴങ്ങും ഇതുകൂടെ ഇട്ട് അതിനെ മെഴുക്ക് പുരട്ടി പോലെ ഇത്തിരി വെറ്റായിട്ട് അവർ ചപ്പാത്തിക്ക് ഇതാണ് കൊണ്ടുവരുന്നത്. പക്ഷേ നല്ല ടേസ്റ്റ്. അവരുടെ ഒരു മസാലയുണ്ട്, ഗാട്ടി മസാല, അത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ അതൊക്കെ അരിഞ്ഞൊന്ന് ഇച്ചിരി ഞാൻ ഒരു 1-2 സവാള എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇപ്പുറത്ത് ഞാൻ തൈര് ഒഴിക്കാനായിട്ട് പാല് കാച്ചി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ സെപ്പറേറ്റ് ഞാൻ പാത്രത്തിൽ കാച്ചും, കാരണം അത് തിളച്ച് കഴിഞ്ഞ് ഇച്ചിരി നേരം ഞാൻ ഇട്ടൊന്ന് വറ്റിക്കും. ആ വെള്ളമൊക്കെ വറ്റിയാലേ നമുക്ക് കട്ടത്തൈര് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെ എനിക്ക് പെട്ടെന്ന് ചെയ്തിട്ട് ഒരു പ്രോൺസിൻ്റെ അച്ചാറിടാനുണ്ട്. പ്രോൺസിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. അത് പ്രോൺസും ഞാൻ ഇട്ട് വെക്കത്തില്ല, ഓർഡർ പ്രകാരമേ ഇടത്തുള്ളൂ. അപ്പോൾ അത് ഞാൻ വാങ്ങിച്ച് ഇനി അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് അതിൻ്റെ നൂലൊക്കെ വലിച്ചെടുത്ത് നൂലെടുത്ത് കളഞ്ഞെങ്കിലും നമ്മൾ നോക്കണം, അത് നോക്കിയാലും അത് കാണും കുറേയും കൂടെ. അതെല്ലാം ചെയ്തിട്ട് എനിക്ക് അച്ചാറിടാനുണ്ട്. അപ്പോൾ ഞാൻ അതെല്ലാം ചെയ്തെല്ലാം ക്ലീനാക്കി ലാസ്റ്റ് സ്റ്റേജാണ് നമ്മുടെ പ്രോൺസ് അച്ചാറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കൊരു 1 കിലോ പ്രോൺസ് അച്ചാർ വേണമെങ്കിൽ 2.5 കിലോ പ്രോൺസ് നമ്മൾ വാങ്ങിക്കണം. ആ 2.5 കിലോയിൽ ചിലപ്പം ഒരു 100 ഗ്രാമോ 50 ഗ്രാമോ ചിലപ്പോൾ എക്സ്ട്രാ കാണും, അല്ലെങ്കിൽ കാണത്തില്ല. പ്രോൺസിൻ്റെ ഇതിലും ഇരിക്കും, ചിലപ്പം കാണും ചിലപ്പം കാണത്തില്ല. എങ്ങനെയാലും ഒരു 50 ഗ്രാം കാണും 2.5 കിലോയിൽ. അപ്പോൾ അച്ചാറൊക്കെ ഇട്ടു. ഇതിപ്പോൾ ഒരാൾക്കല്ല, ഞാൻ പറഞ്ഞില്ലേ 1/4 കിലോ വെച്ചാണെങ്കിൽ ഞാൻ അങ്ങനെ നേരത്തെ ഇട്ട് കൊടുക്കുമായിരുന്നു. ഇനിയിപ്പം ഞാൻ അങ്ങനെ ചെയ്യത്തില്ല, കാരണം എനിക്ക് വെറും നഷ്ടമാണ്. 2-3 പേരുടെ ഓർഡർ അങ്ങനെ കിട്ടിയിട്ടേ ഞാൻ ഇടത്തുള്ളൂ. ഇതിപ്പം 1/4 കിലോ വേണമായിരുന്നു, ബാക്കിയുള്ളവർക്ക് 1/4 കിലോ ആണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ കൊച്ചു വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ വീണ്ടും കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ബട്ടണോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.